ഈ കഴിഞ്ഞ മെയ് 25-ന് കൊച്ചിയുടെ പുറംകടലിൽ അപകടത്തിൽപ്പെട്ട് മുങ്ങിപ്പോയ MSC എൽസ 3 എന്ന കപ്പലിലെ കണ്ടെയ്നറുകളിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന കാര്യത്തിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടായിരുന്നു. കപ്പൽ മുങ്ങിയ ശേഷം കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി വിവിധ തീരങ്ങളിൽ അടിയാൻ തുടങ്ങിയപ്പോഴും അതിന്റെ ഉള്ളിലുള്ള അപകടകരമായ ചരക്കുകളെക്കുറിച്ച് അധികൃതർ ഒന്നും പറഞ്ഞിരുന്നുമില്ല. കപ്പലിലെ 643 കണ്ടെയ്നറുകളിൽ 13 എണ്ണം അപകടകരമായ കാർഗോകളും 12 എണ്ണം കാൽസ്യം കാർബൈഡുമാണെന്നാണ് കോസ്റ്റ് ഗാർഡ് അന്ന് നൽകിയിരുന്ന വിവരങ്ങൾ. എന്നാൽ അപകടകരമായ ചരക്കിനെ കുറിച്ച് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയിൽ നിന്നോ എൽസ 3-ന്റെ ഉടമകളിൽ നിന്നോ തുറമുഖ അധികൃതരിൽ നിന്നോ കസ്റ്റംസ് വകുപ്പിൽ നിന്നോ തൃപ്തികരമായ ഒരു വിശദീകരണം ലഭിച്ചിരുന്നില്ല എന്നത് ആളുകളിൽ ഭീതി ഉണ്ടാക്കിയിരുന്നു. കാൽസ്യത്തിന്റെയും കാർബണിന്റെയും മിശ്രിതമായ കാൽസ്യം കാർബൈഡാണ് 13 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നത്. ഇത് വെള്ളവുമായി ചേർന്നാൽ അസറ്റിലിൻ വാതകം ഉണ്ടാവുകയും അത് തീപിടിക്കാൻ കാരണമാകുകയും ചെയ്യും. മനുഷ്യ ശരീരവുമായുള്ള ഇതിന്റെ നേരിട്ടുള്ള സമ്പർക്കം പലതരത്തിലുള്ള അപകടവും ഉണ്ടാക്കും. ഇതിൽ 8 എണ്ണം മുങ്ങിയ കപ്പലിന്റെ അകത്തെ അറയിലും ബാക്കിയുള്ളവ പുറത്തുമാണ്. ഏറ്റവും രസകരമായ കാര്യം, കസ്റ്റംസിന് കൈമാറിയ പട്ടികയിൽ 4 കണ്ടെയ്നറുകളിൽ പണം ആണെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് നടന്ന പരിശോധനയിൽ ഇത് കശുവണ്ടിയാണെന്ന് വ്യക്തമായതായി അധികൃതർ പറയുന്നു. കാഷ്യൂ എന്നത് ക്യാഷ് ആയിട്ട് ഏതോ മഹാൻ കണ്ടെത്തിയതാണ് അതിന്റെ കാരണം. കാൽസ്യം കാർബൈഡും പോളിമർ അസംസ്കൃത വസ്തുക്കളും മാത്രമാണ് ഈ കണ്ടെയ്നറുകളിലെ അപകടകാരികളായ സാധനങ്ങൾ. പോളിമർ അസംസ്കൃത വസ്തുക്കൾ പ്ലാസ്റ്റിക്കിന്റെ പേന മുതൽ കസേര വരെ നിർമ്മിക്കുവാനുള്ള സാധനമാണ്. മുഖ്യമായും പെട്രോളിയം ഉൽപ്പന്നങ്ങളായ ഇവയെ വിവിധ മോൾഡിംഗ് പ്രക്രിയയിലൂടെയാണ് മേൽപ്പറഞ്ഞ നിത്യോപയോഗ വസ്തുക്കളാക്കി മാറ്റുന്നത്. തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പോളിപ്രോപ്പിലിൻ തരികൾ ഭക്ഷിക്കുന്നത് ജലജീവികളുടെയും പക്ഷികളുടെയും ജീവന് ഭീഷണിയുമാണ്. 46 കണ്ടെയ്നറുകളിൽ തേങ്ങയും കശുവണ്ടിയും നട്ട്സുമാണ് ഉണ്ടായിരുന്നത്. 39 കണ്ടെയ്നറുകളിൽ കോട്ടണും ഉണ്ടായിരുന്നു. 71 കണ്ടെയ്നറുകളിൽ സാധനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, കാലിയായിരുന്നു. 60 കണ്ടെയ്നറുകൾക്കുള്ളിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ നിർമ്മിക്കാനുള്ള പോളിമർ അസംസ്കൃത വസ്തുവായിരുന്നു. 87 കണ്ടെയ്നറുകൾക്കുള്ളിൽ തടിയാണ് ഉണ്ടായിരുന്നത്. ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് 27 കിലോമീറ്റർ അകലെയാണ് ഈ കപ്പൽ മുങ്ങിയത്. കപ്പൽ മുങ്ങിയ പാടെയുള്ള കോസ്റ്റ് ഗാർഡിന്റെ വേഗത്തിലുള്ള നടപടികൾ എണ്ണച്ചോർച്ച നിയന്ത്രിക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാൽസ്യം കാർബൈഡിന്റെ മലിനീകരണവും പാരിസ്ഥിതിക ആഘാതവും ഏതാനും നോട്ടിക്കൽ മൈലുകളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുമെന്നും അത് കടലിൽ തന്നെ അലിഞ്ഞു പോകുമെന്നും വിദഗ്ധർ അന്ന് പറഞ്ഞിരുന്നു. അപകടകരമായ രാസവസ്തുക്കൾ സമുദ്ര ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുകയും ഉപജീവന മാർഗത്തെ ബാധിക്കുകയും ചെയ്യുമെന്നതിനാൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ മതിയായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അത് MSC എൽസ കമ്പനി നൽകേണ്ടി വരും. 28 വർഷം പഴക്കമുള്ള ചരക്ക് കപ്പലാണ് ഇന്ത്യയിൽ മുങ്ങിയത്. 1997 നിർമ്മിച്ചതാണ് ഈ കപ്പൽ എന്നാണ് സൂചന. കൊച്ചിയിൽ നിന്ന് 70 കിലോമീറ്റർ അകലെയാണ് കപ്പൽ മുങ്ങിയത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയാണ് MSC എന്ന ബ്രാൻഡിലെ കപ്പലുകൾ നിർമ്മിക്കുന്നത്. 1970-ൽ ഇറ്റലിയിൽ സ്ഥാപിച്ച ഈ ഷിപ്പിംഗ് ലൈൻ 78 മുതൽ സ്വിറ്റ്സർലൻഡിലെ ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയാണിത്. 2024 ജൂലൈ വരെ ആഗോള കണ്ടെയ്നർ ശേഷിയുടെ 20% നിയന്ത്രിക്കുന്നത് ഈ ചെയിനാണ്. പോർച്ചുഗലിലും സ്പെയിനിലും റെയിൽ ചരക്ക് ഗതാഗതം, ക്രൂയിസ് കപ്പലുകൾ, കാർഗോ വിമാനങ്ങൾ എന്നീ അനുബന്ധ സ്ഥാപനങ്ങളും ഇവർ നടത്തുന്നുണ്ട്. സെക്കൻഡ് ഹാൻഡ് കാർഗോ കപ്പലുകൾ വാങ്ങി വികസിപ്പിച്ചെടുത്ത ഷിപ്പിംഗ് ലൈനാണ് ഈ കമ്പനിയുടേത്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറീന പുറത്തിറക്കിയതും ഇതേ കമ്പനിയാണ്. ഇപ്പോൾ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട നിലക്ക് MSC എന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അത് നൽകാൻ തയ്യാറായേക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി എന്തായാലും ഒരു ഭീമമായ തുക തന്നെയാകും നൽകുന്നത് എന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ.